പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ബി.ജെ.പി. പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പരാതി. 50-ാം വാർഡിലെ സ്ഥാനാർത്ഥി രമേശിന്റെ വീട്ടിലെത്തിയാണ് പണം നൽകാമെന്ന് പറഞ്ഞത്. രമേശിനെ സ്വാധീനിക്കാൻ ശ്രമിച്ച സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. ഇന്നലെ രാത്രി 9:30-ക്ക് ശേഷമാണ് ബി.ജെ.പി. കൗൺസിലർ കെ ജയലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. പ്രവർത്തകർ രമേശിന്റെ വീട്ടിലെത്തിയത്. മുൻ കൗൺസിലർ സുനിലും സംഘവും പിന്നാലെ വന്നു. ബി.ജെ.പിയും കോൺഗ്രസും മാത്രമാണ് 50-ാം വാർഡിൽ മത്സരിക്കുന്നതെന്നും അതിനാൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണമെന്നാണ് വന്നവരുടെ ആവശ്യം. ഇതിനായി പണം നൽകാമെന്നും രമേശിന്റെ ഭാര്യയ്ക്ക് ഉറപ്പ് നൽകി. പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ തീർത്തു തരാം, പിന്മാറണമെന്ന് പറയണം, നിങ്ങൾ സംസാരിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി ബി.ജെ.പി. ചെയ്ത പ്രവർത്തനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ധരിപ്പിക്കുമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞു. ഇത് വളരെ ഗൗരവമാണ്. കാരണം തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് നടന്നിരിക്കുന്നത്. ശരിക്കും 100% നിയമവിരുദ്ധാണ്. രമേശിന്റെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ പോയതാണെന്നും സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ ആശംസ അറിയിക്കുകയാണ് ചെയ്തതെന്നും ആരോപണ വിധിയായ ജയലക്ഷ്മി പറയുന്നു. വോട്ട് അഭ്യർത്ഥന ചെയ്തു. അപ്പോഴാണ് എനിക്ക് അറിഞ്ഞത് അവര് മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഞാനൊരു ആശംസകൾ അറിയിച്ചു, ഞാൻ തിരിച്ചു വരികയും ചെയ്തു. സ്ഥാനാർത്ഥിയെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടി വരും. ഇതിൽ ഉൾപ്പെട്ടവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യതയും കൽപ്പിക്കും. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.